3000 കിലോമീറ്റർ ഓടിയ നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350. എന്തായാലും ഇന്ന് വിശദമായിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുക. നമ്മുടെ ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്, അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ വന്നിട്ടല്ലേ. ഈ ചെളി തെറിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്, അതൊരു വലിയ വിഷയം തന്നെയാണ് എല്ലായിടത്തേക്കും. ഇപ്പോൾ ഈ ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കിയേ, ഇതേ ചെളി തെറിക്കുന്നുണ്ടോ? മൊത്തം ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്സിലേക്കൊക്കെ ചെളി തെറിക്കുന്നുണ്ട്. അതാണ് നിലവിലുള്ള അവസ്ഥ. പിന്നെ ഞാൻ ചെയിൻ ലൂബ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ചെയിൻ ലൂബ് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലത്തൊന്നും വലിയ ഒരു ഗുണമില്ല. അപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ഈ 90യുടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ വീലുകളിലേക്കൊക്കെ തെറിച്ച് വൃത്തികേടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതാണ് സേഫ്റ്റി. കുറച്ചും കൂടെ നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ കുറച്ച് റിലയബിൾ ആയി കിട്ടാൻ വേണ്ടി, കുറച്ചും കൂടെ എന്താ പറയുക, നല്ല രൂപത്തിൽ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് മുൻപൊക്കെ നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ ഈ നിക്ലിംഗ് ഭാഗങ്ങൾക്കൊക്കെ നല്ല രൂപത്തിൽ പ്രശ്നം വരും മഴക്കാലത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഹോണിൻ്റെ ആ ഒരു ഫ്രണ്ടേജൊക്കെ തുരുമ്പ് വന്നതുപോലെ ക്ലാവ് പിടിച്ച രൂപത്തിലൊക്കെ മാറിയിട്ടുണ്ട്. അത് സങ്കടകരമാണ്. പക്ഷേ എല്ലാ ദിവസവും വണ്ടി കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതിന് സമയം കിട്ടാത്തത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി കഴുകിയിട്ട് കുറേ ദിവസങ്ങളായിട്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ക്ലച്ചും ഗിയറുകളും തമ്മിലുള്ള ഒരു എന്താ പറയുക, വല്ലാത്ത ഒരു മത്സരം ഈ ഗിയർ ബോക്സിലും എഞ്ചിനിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു താഴ്ന്ന ഗിയറുകളിൽ നമ്മൾ സ്പീഡൊക്കെ കുറച്ച് പോകുമ്പോൾ ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു ജർക്കിങ്, ഒരു കുത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാര്യമായിട്ട് ഒരു മാറ്റവും ഈ ബുള്ളറ്റ് 350യിൽ വന്നിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എൻജിൻ നോയ്സ്, നമ്മൾ വണ്ടി ഓടി ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും ഇതേപോലെ അതൊരു ഇഷ്യൂ തന്നെയാണ്. എൻജിനിൽ നിന്ന് ഒരുപാട് അപശബ്ദങ്ങൾ വരുന്നത് പോലെ നമുക്ക് തോന്നും. അത് നോർമലാണെന്നാണ് ഇപ്പം നമുക്ക് ഷോറൂമിലും അതേപോലെ ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതേപോലെ ചില അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എൻജിനിൽ നിന്ന് വരുന്ന ഇത്തരം സൗണ്ടുകളൊക്കെ നോർമലാണെന്നാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്ന കേട്ടു, ഈ എൻജിൻ കവറുകൾ വരുന്നുണ്ട് നിക്കിൾ ചെയ്ത ഈ ഒരു ഭാഗം, അവിടെയൊക്കെ കളറ് പോയി അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. പലരുടെയും ആ നിക്ലിംഗ് ഒക്കെ എന്താ പറയുക, എന്തോ സംഭവിക്കുന്ന പോലെ മങ്ങിപ്പോകുന്നു, അടർന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളും ഇപ്പോൾ ഇതിന് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു എൻജിൻ ഗാർഡ്, ആ എൻജിൻ ഗാർഡിലേക്ക് ചെയിനിൽ നിന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ അത് കൃത്യമായിട്ട് അടിച്ച് കയറി അവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഇപ്പോൾ സമയം 12:30 മണിയല്ലേ, 3749 കിലോമീറ്ററൊക്കെ ആയോ അത്ര പെട്ടെന്ന്? 3000 ആയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു 749 കിലോമീറ്റർ കൂടെ ഓടിയിട്ടുണ്ട്. ഏകദേശം 4000 കിലോമീറ്ററിന് അടുത്തേക്ക് എത്തി. അടുത്ത 1000 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 5000 കിലോമീറ്റർ ആകും. അപ്പോൾ അടുത്ത ഒരു സർവീസിലേക്ക് പോകാനുള്ള സമയമായി. ആരാ? ഓക്കെ, ഞാൻ പോയി. പിന്നെ ഈ മഴക്കാലം കഴിയുമ്പോഴേക്ക് വണ്ടി ഒരു വഴിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഓക്കെ, പിന്നെ ഇത് കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്ന ടാസ്ക്കാണ്. ഇത്തരത്തിൽ ഭംഗിയായി സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കൂടെ നിങ്ങൾക്ക് നന്നായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മഴയത്ത് വണ്ടി ഇടാതിരിക്കുക കേട്ടോ, ഡയറക്റ്റായിട്ട് മഴ കൊള്ളിക്കാതിരിക്കുക. പിന്നെ മഴയത്തൂടെ ഓടാതെ നമുക്ക് നിവൃത്തിയില്ല, ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് നല്ലൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു അടിപൊളി ലൊക്കേഷൻ, അട്ടപ്പാടിയുടെ നരസിമുക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം ഇത് കണ്ടോ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ആരുമില്ല. ഇതങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ഒന്നും അല്ല. നമ്മൾ ചില എന്താ പറയുക, ഈ പട്ടികൾക്കൊരു മൂത്രമൊഴിക്കുന്ന പരിപാടിയുണ്ട് അല്ലേ. ഈ മൂത്രമൊഴിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ?
വണ്ടികളിൽ വന്ന് ഇവർ മൂത്രമൊഴിക്കും. നമ്മൾ ചില ഏരിയകളിലൂടെ പോകുമ്പോൾ പട്ടികൾ കുരച്ചുകൊണ്ട് പിന്നാലെ വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവർക്ക് ഓരോ ടെറിറ്ററി ഉണ്ട്. ഇവർ ടെറിറ്ററി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കടുവയും പുലിയും ഒക്കെ ടെറിറ്ററി മാർക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. മൂത്രം ഒഴിച്ചിട്ട് അവർ ആ ഒരു സ്മെല്ല് അവിടെ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ മറ്റൊരാളുടെ ഈ ഒരു തരത്തിലുള്ള സ്മെല്ല് മറ്റു പട്ടികൾക്കൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പിറകെയൊക്കെ ഇതേപോലെ മൂത്രം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇവർ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഓടി വരുന്നതും ചിലപ്പോൾ കുരച്ച് ചാടുന്നതുമൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓവറോൾ നമുക്കൊരു സിമ്പിൾ, നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റിവ്യൂ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പറയത്തക്ക ഇഷ്യൂസൊന്നുമില്ല. നമ്മളിത് മുൻപേ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ചില ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ വണ്ടിയിൽ ഇഷ്യൂ ആയിട്ട് ഉള്ളത്. അത് റോയൽ എൻഫീൽഡിൻ്റെ ഈ ബാലാരിഷ്ടതകൾ പോലെ ഇന്നും നിലനിൽക്കുന്നു. അത് തുടങ്ങിയ അന്ന് മുതലുള്ള ഇഷ്യൂസ് ഇന്നും നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം മുൻപ് വളരെ ലൈറ്റായിട്ടുള്ള ടെക്നോളജികളും, കാരണം ടെക്നോളജിയുടെയൊക്കെ കുറവുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. ബ്രേക്ക് ബാക്കിൽ ഇതേപോലെ നമ്മൾ മഴയത്തൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡ്രം ബ്രേക്ക് ആയതുകൊണ്ടും ബറ്റാലിയൻ ബ്ലാക്ക് ആയതുകൊണ്ടുമൊക്കെ ഇതിനകത്ത് നിന്ന് ഒരു സൗണ്ട് വരാറുണ്ട്. ഇടസമയത്ത് ചില സമയത്ത് ഇതേപോലെ ആ സൗണ്ട് വളരെ കുറവായിരിക്കും, ഇടസമയത്ത് വളരെ വലിയ സൗണ്ടും വരുന്നത് കാണാം. ഇതൊക്കെ നോർമലാണ്. അത് ഇപ്പോൾ ക്ലീൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു ഓപ്ഷൻ. ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇതേ കണ്ടോ, ആ ഭാഗത്തൊക്കെ മണ്ണടിച്ച് കയറി ഒരു രക്ഷയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഡസ്റ്റ് വീണ്ടും പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യും. കഴുകുക, വൃത്തിയാക്കുക, നന്നായി സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക അത്യാവശ്യം. പിന്നെ ചെയിനിൽ ഇതേപോലെ അത്യാവശ്യം നല്ലൊരു തരത്തിൽ ഒരു ലൂബ് നൽകുക. മറ്റൊന്നുമില്ല, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ കുറേ കാലത്തേക്ക് മറ്റൊരു ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ഇത് കൊണ്ട് നടക്കാം. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അത് നോർമലാണ്, പേടിക്കേണ്ട കാര്യമില്ല. പലരും ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്. പിന്നെന്താ, ഒരു തവണ 6 വർഷത്തോളം ബുള്ളറ്റിൻ്റെ ക്ലാസിക് 350 ഉപയോഗിച്ച ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരു പ്രശ്നം പോലും ഞാൻ ഫേസ് ചെയ്തില്ലായിരുന്നു അന്ന് എന്നുള്ളതാണ്. കാരണം ചെയിൻ ഞാൻ മാറ്റിയിട്ടില്ല. 6 വർഷം കൊണ്ട് 40,000 കിലോമീറ്റർ എന്തോ ഞാൻ ഓടി. പക്ഷേ ഞാൻ ആ ചെയിൻ പോലും മാറ്റിയില്ല. ഷോക്ക് അബ്സോർബർ മാറിയിട്ടില്ല, അതേപോലെ സ്പോക്കറ്റ് മാറിയിട്ടില്ല. ഇങ്ങനെ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഇല്ലാതെ തന്നെ ഞാനത് 40,000 കിലോമീറ്ററോളം ഓടി എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് ആ വണ്ടി കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം ക്ലാസിക് 350 തന്നെ ഏറ്റവും പുതിയത് 2022-ൽ 21-22 ആ ഒരു വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 12 മാസത്തോളം അത് ഓൺ ചെയ്തിരുന്നു. പിന്നീട് എന്തോ ഒരു മാനസികമായി അത് എനിക്ക് സെറ്റായി വന്നതേ ഇല്ല. ഞാനത് കൊടുത്ത് നേരെ ദുബൈയിലേക്ക് പോവുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ ക്ലാസിക് 350 ആവട്ടെ, ബുള്ളറ്റ് 350 ആവട്ടെ, ഇപ്പോൾ പ്രകടമായി കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എൻജിൻ ഒന്നായതിൽ പിന്നെ ചെറിയ മെക്കാനിക്കൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ബുള്ളറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഓൾവേസ് വെൽക്കം. വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്ന് കരുതി നിങ്ങൾ അതിന് എന്താ പറയുക, നോ എന്ന് കരുതി നിൽക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കേണ്ടതില്ല. നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, നന്നായിട്ട് ഓടിക്കുക. പിന്നെ വിൽക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു 60-70% വിലയും കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇത്തരം മോഡലുകളൊക്കെ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവാനും എന്താ പറയുക, മെക്കാനിക്കലിയും ഇലക്ട്രോണിക്കലിയും ഒക്കെ കൂടുതൽ ബെറ്ററായിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് കാത്തിരിക്കാം. അത് വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ഓവറോൾ മറ്റൊന്നും പറയാനല്ല, ബുള്ളറ്റിൻ്റെ ആ ഒരു വികാരം അത് എന്താ പറയുക, ഇഷ്ടമുള്ളവർക്ക് അതിനെ പിന്തുടരാം. ഫോളോ മീ, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അതേപോലെ ഫേസ്ബുക്കിലുണ്ട് നമ്മൾ, അതേപോലെ തന്നെ യൂട്യൂബിലും കേട്ടോ. താല്പര്യമുള്ളവർക്കൊക്കെ താഴെയുള്ള ഡീറ്റെയിലുകളിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.